നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. റഫാഖ് പഞ്ഞാറമൂടാണ്. ഞാൻ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് പുളിയറക്കുളത്തിന് സമീപമായിട്ടാണ്. ഇവിടെ നമുക്ക് 1400 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 4.5 സെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. കിഴക്ക് ദർശനത്തോട് കൂടിയിട്ടുള്ളൊരു വീടാണ് നമ്മുടെ ഈ ഒരു വീട്. മെയിൻ റോഡിൽ നിന്നും 300 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക്. നമ്മുടെ ഈ ഒരു വീട് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുളിയറക്കുളം കാവിൻപുറത്ത് നിന്ന് 300 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം സിറ്റി എന്നിവിടങ്ങളിലേക്ക് വളരെയധികം ആക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു ഏരിയ. കൂടാതെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് 55 ലക്ഷം രൂപയ്ക്ക് തകർത്ത് മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഒരു വീടിൻ്റെ വില. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പുതിയ വീട് നോക്കുന്നവരുണ്ട്. അവർക്ക് നമ്മുടെ ഈ ഒരു വീട് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ നോക്കുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയ വണ്ടി ഇടാൻ കഴിയത്തക്ക സ്പേസ് ഇവിടെ വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ വണ്ടി കൂടി ഇടാം. അങ്ങനെ 2 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഈ ഒരു വീടിൻ്റെ വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കിണർ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഈ 2 സോഴ്സും നമുക്ക് ഇവിടെ വരുന്നു. നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വീടുകളെല്ലാം നമുക്കിവിടെ വരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തായാലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായാലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ എല്ലാം നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും വീടുകളും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. അതായത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു സ്പേസ് തന്നെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ വെളിഭാഗത്തായിട്ട് നമുക്കൊരു ടോയ്ലറ്റ്, ഈ ഒരു ഭാഗത്തായിട്ട് കൂടി നമുക്കൊരു ടോയ്ലറ്റ് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബാക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അതിവിശാലമായിട്ടുള്ളൊരു സ്പേസ് വരുന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു വീടിന് വരുന്നു.
നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോൾ ഒതുങ്ങിയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയയാണ് വരുന്നത് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ പ്ലാവിൽ തീർത്തിട്ടുള്ള ഒരു വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് 2 ചെടികൾ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ലഭിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വർട്ടിഫൈഡ് ടൈൽസാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനിലുള്ള ഒരു ഭിത്തിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഇൻറ്റീരിയർ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു TV യൂണിറ്റിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ഒതുങ്ങിയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഹാളിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഉള്ളൊരു ഒതുങ്ങിയിട്ടുള്ളൊരു കിച്ചൺ സെറ്റാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പാത്രങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ എല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുകൾ ഭാഗത്തൊക്കെ എല്ലാം നല്ല ഡിസൈനിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഭാഗമെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ ഡോറ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക്കിൻ്റെ ചിമ്മിനിയും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് സ്പേസ് വരുന്നത്. ഈ ഒരു കിച്ചൺ സെല്ലിലെ ഫ്ലോറിൻ്റെ കളർ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു കളറാണ് വരുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ അഴുക്ക് പറ്റിയാൽ അറിയാത്ത രീതിയിലുള്ളൊരു കളറാണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ, നമുക്ക് കിച്ചൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു.
നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു അലമാര നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് തുണി സാധനങ്ങളൊക്കെ എല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ്, നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് 3 ഡോറുള്ള ഒരു അലമാരയാണ്. നമുക്കൊരു 3 ഭാഗത്തും നമുക്ക് തുണി കാര്യങ്ങളൊക്കെ എല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് വരുന്നു. കൂടാതെ അകത്ത് നമുക്ക് ലോക്കർ സൗകര്യം കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങിയിട്ടുള്ളൊരു ഏരിയ വരുന്നു. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതായത് മുകൾ ഭാഗത്ത് ടോട്ടലായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി സൈഡ് കൂടി വരുന്നു. നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഭിത്തിയിൽ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ഒരു ലൈറ്റ്, അതായത് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു പ്രകാശം കിട്ടത്തക്ക രീതിയിലുള്ളൊരു ലൈറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് ഇവിടെ 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തെ ഇൻറ്റീരിയറൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അലമാര, ഈ ഒരു 3 ഡോറ് ഇറങ്ങിയിട്ടുള്ളൊരു അലമാര നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടിനോട് ചേർന്ന്, അതായത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു.
ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് അത്യാവശ്യം ഒതുങ്ങിയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്ലോറും 2x4 വെർട്ടിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ നല്ല രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ളൊരു അലമാര കൂടി നമുക്ക് വരുന്നുണ്ട്. ഡ്രസ്സ് അതുപോലെ തന്നെ ബാക്കി കോക്യൂം സെറ്റൊക്കെ വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് ഈ ഒരു വീടിനോട് ചേർന്ന്, അതായത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരും. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഒതുങ്ങിയിട്ടുള്ളൊരു ബാൽക്കണി സൈഡ് വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒതുങ്ങിയിട്ടുള്ള നല്ല ഒരു സ്പേസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നു. നമുക്ക് വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം നമുക്ക് ഈ ഒരു ബാൽക്കണി സൈഡിൽ നിന്നും വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് നല്ല നല്ല വീടുകളും അതുപോലെ തന്നെ നമുക്ക് നല്ല ഏരിയകളുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കിടന്ന നമ്പരുമായി ബന്ധപ്പെടുക. നിങ്ങളൊരു ലാൻഡ് ഓർഡർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓർഡർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കിടന്ന നമ്പരുമായി ബന്ധപ്പെടുക.